ഹരേ കൃഷ്ണ. ഇന്ന് ജനുവരി 14 ചൊവ്വ, മകരച്ചൊവ്വ. എന്താണ് മകരച്ചൊവ്വയുടെ ഐതിഹ്യം എന്നൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ് മകരം, അതായത് ചൊവ്വ ബലവാനാകുന്ന രാശി. അതുകൊണ്ട് പ്രത്യേകിച്ചും മകരമാസത്തിലെ ആദ്യ ചൊവ്വ കേരളീയർ ആചരിക്കുന്നു. ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ്. യുഗ്മരാശി ഭദ്രകാളിയെയും ഓജരാശി സുബ്രഹ്മണ്യനെയും ചൊവ്വയിൽ ചിന്തിക്കപ്പെടുന്നു. യുഗ്മരാശിയായ മകരം ഭദ്രകാളി പ്രീതിക്കാണ് പ്രാധാന്യമുള്ള കാലം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദേവിയുടെ കളം വരച്ച് പൂജ നടത്തുകയും ക്ഷേത്രം തന്ത്രി വന്ന് നവകം മുതലായവ ഭഗവതിക്ക് ആടിച്ചൈതന്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കേരളത്തിലും ബംഗാളിലും ശിവപുത്രിയും ദാരികാനാശിനിയുമായ കാളിയെയും മറ്റ് ചിലയിടത്ത് ഗൗരിയുടെ അംശമായ പാർവതിയെ തന്നെ കാളിയായും ആരാധിക്കുന്നു. പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിലാകമാനം കാവുകളിൽ പരദേവതയും കുലദേവതയായും ആദിചാരണമാരണരോഗദാരിദ്ര്യനാശത്തിനും ദേശസംരക്ഷണത്തിനുമായി കാവിലമ്മയായി ആരാധിക്കുന്ന അമ്മദൈവ സങ്കല്പമാണ് കാളി. കാളിയും സരസ്വതിയും ഒന്നു തന്നെ എന്ന് തന്ത്രം പറയുന്നു. ദശമഹാവിദ്യകളിൽപ്പെട്ട മന്ത്രമൂർത്തിയാണ് കാളീദേവി. കവിതിലകനായ കാളിദാസന്റെ കഥയും കൊടുങ്ങല്ലൂരമ്മയുടെ ദാസനായ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ പാണ്ഡിത്യവും കാളീദേവി സരസ്വതി തന്നെ എന്നതിന് തെളിവാണ്. ഭദ്രം കരോതി ഇതി ഭദ്രകാളി. മംഗളത്തെ ചെയ്യുന്ന മംഗളസ്വരൂപിണിയാണ് കാളിയമ്മ. ജാതകപ്രകാരം യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഇവയിൽ ചൊവ്വ നിലനിൽക്കുന്നവർ നിത്യവും പ്രത്യേകിച്ച് ചൊവ്വദശാകാലത്തും ഭദ്രകാളിയെ ഭജിക്കണം. മകരച്ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം, അതിമധുര പായസ നിവേദ്യം ഇവ നടത്തുന്നത് ചൊവ്വാദോഷത്തിന് പരിഹാരമാണ്. ചൊവ്വ ലഗ്നം 4, 5, 9 ഇവകളിലുള്ളവർ സൗമ്യമൂർത്തിയായ ഭദ്രകാളിയെ ഭജിക്കുന്നത് ഉത്തമം. 2, 7, 10, 11 ഇവകളിൽ ചൊവ്വ നിൽക്കുന്നവർ സുമുഖി കാളി അല്ലെങ്കിൽ അഞ്ചലചലനിഭ എന്ന ധ്യാനത്തിലുള്ള ഭഗവതിയെ ഭജിക്കുന്നത് നന്നായിരിക്കും. 3, 6, 8 ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ കൊടുങ്കാളി, കരിങ്കാളി, കാളിമേഘ സമപ്രഭാം ഇത്യാദികളെയും തമോ ഗുണാധിക്യമുള്ള പ്രതിഷ്ഠാമൂർത്തികളെയും ഭജിക്കുന്നത് ഉത്തമം. എന്നാൽ ഏതു തരക്കാർക്കും പൊതുവായി കാളി മേഘസമാപ്രഭം എന്ന ധ്യാന സങ്കല്പ പ്രതിഷ്ഠയെ ആരാധിക്കാം. ഇതിലുള്ള ബുദ്ധിമുട്ട് കണ്ട് പരിഭ്രമിക്കേണ്ട. തികഞ്ഞ ഭക്തിവിശ്വാസത്തോടെ സൗകര്യമുള്ള ഭദ്രകാളിയെ ആരാധിച്ചാലും മതി. ഭക്തിവിശ്വാസദാസികൾക്കാണ് പ്രാധാന്യം. പൊതുവെ ഒരു നിയമം പറഞ്ഞു എന്നേ ഉള്ളൂ. അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളീഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ് പറയുകയോ അഹിതം പറയുകയോ പാടില്ല. ഭദ്രകാളി കോപമായിരിക്കും. ഇല്ലെങ്കിൽ ഫലം പക്ഷബലമില്ലാത്ത ചന്ദ്രൻ. ജാതകത്തിലുള്ളവരും കാളിയെ ഭജിക്കണം. നക്ഷത്രദിനം ചൊവ്വാഴ്ച, തിങ്കൾ, അമാവാസി ഇതൊക്കെ വിശേഷമാണ്. പ്രത്യേകിച്ചും മകരത്തിലെ ആദ്യ ചൊവ്വ. കാർത്തിക, ഉത്രം, ഉത്രാടം, അശ്വതി, മകം, മൂലം, പൂയം, അനിഴം, ഉത്രട്ടാതി ഇവർക്ക് ചൊവ്വ അശുഭകരനാണ്. ഇവർ നിത്യേന ഭദ്രകാളി ഭജനം വേണം. ഭരണി, പൂരാടം, പൂരം, ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഇവർ ചന്ദ്രന് പക്ഷബലമില്ലാത്ത സമയത്താണ് ജനിച്ചതെങ്കിൽ പതിവായി ഭജിക്കണം. ഹരേ കൃഷ്ണ.